നമസ്കാരം. ഡോ ട്രംപെ താൻ ഇനി എന്നാ ബോംബുമായി വന്നാലും ഇന്ത്യക്ക് ഒന്നുമില്ല. അല്ല പിന്നെ മച്ചാൻ സ്ഥാപിച്ച് ഇന്ത്യയുടെ തോളത്ത് കൈകൊട്ടിട്ട് തന്തയ്ക്ക് പറഞ്ഞവർ കാണിക്കുന്ന പണിയാണോ ട്രംപ് കാണിക്കുന്നത്? ഇനി എന്തായാലും കാര്യത്തിലേക്ക് വരാം. എടോ ഊള ട്രംപെ, വിസയുടെ കാര്യത്തിൽ ഇന്ത്യക്കിട്ട് പണിയാമെന്ന തന്റെ സ്വപ്നം മാത്രമാണ്. അത് ഇനി എങ്ങനെ മറികടക്കണമെന്ന് ഇന്ത്യക്കറിയാം. അല്ല പിന്നെ ഭരണത്തിൽ കയറിയ നാള് മുതൽ തുടങ്ങിയതാണ് ഇന്ത്യയോടുള്ള തന്റെ ചോർച്ചില്. അതിനുള്ള നല്ല ഒന്നാം തരം പണി തനിക്ക് തരുന്നുണ്ട്. അത് ഇനി ഒട്ടും താമസിക്കില്ല. തന്നെയും തന്റെ രാജ്യത്തെയും ആശ്രയിക്കുന്നത് ഇന്ത്യ അങ്ങ് നിർത്തും. പിന്നെ താൻ എന്തോന്നിട്ട് ഓലപ്പാമ്പ് കാണിക്കാനാ പൊട്ടൻ ട്രംപെ? എന്തായാലും വിസ അടിയുമായി ഇന്ത്യക്കെതിരെ എത്തിയ ട്രംപിന് മോദി മറുപടി നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാന ശത്രു മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണ്. അതായത് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യക്ക് പരാജയം വരുന്നത്. അത് മറികടക്കാൻ രാജ്യം ആത്മനിർഭർ ആയി മാറും. താരിഫ് യുദ്ധത്തിന് പിന്നാലെയാണ് H-1B വിസയുടെ വാർഷിക ഫീസ് $1,00,000 ആയത്. അതായത് ഏകദേശം 88 ലക്ഷത്തിലധികം രൂപ ഈടാക്കാനുള്ള വിജ്ഞാപനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം എത്തിയത്. അത് അടിച്ചാൽ തിരിച്ചടിക്കുന്നത് എങ്ങനെയാണ് എന്ന് മോദി അങ്ങ് കാണിച്ചു കൊടുത്തു. വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ ചടങ്ങിലാണ് പ്രധാനമന്ത്രി ഗുജറാത്തിലെത്തിയത്. അവിടെ വെച്ചാണ് ഇക്കാര്യം നല്ല വ്യക്തമായി അങ്ങ് പറഞ്ഞത്. ലോകത്ത് നമുക്ക് ഒരു പ്രധാന ശത്രു എന്നൊരു സാധനം ഇല്ല. അതായത് ഇന്ത്യക്ക് നേരെ ശത്രുവായി നിൽക്കുന്ന ബാങ്ങിലുള്ള ഒരുത്തനും ഇല്ല. പാക്ക് വന്ന് പാക്കിന് നല്ല മറുപടി കൊടുത്തു. അതുപോലെ നമ്മുടെ യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നതാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അതായത് ഇന്ത്യയുടെ ശത്രുവിനെ, ആശ്രയത്വത്തിന്റെ ശത്രുവിനെ നമുക്ക് ഒരുമിച്ച് തന്നെ തകർക്കേണ്ടതുണ്ട്. വിദേശ ആശ്രയത്വം വർദ്ധിക്കുന്നതാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ പരാജയം. ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ആത്മനിർഭരായി മാറണം എന്നാണ് മോദി പറഞ്ഞു വെക്കുന്നത്. മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് തുടർന്നാൽ നമ്മുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കും. മറ്റുള്ളവർക്ക് വേണ്ടി രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ ഭാവി ഇല്ലാതാക്കാനാകില്ല. രാജ്യത്തിന്റെ വികസനത്തിനായുള്ള ദൃഢനിശ്ചയം മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിലൂടെ ഇല്ലാതാകാനാവില്ല. വരും തലമുറകളുടെ ഭാവി അപകടത്തിലാക്കാനാവില്ല. ഇതിന് ഒരു മരുന്നേ ഉള്ളൂ. അത് സ്വാശ്രയ ഇന്ത്യയാണ്. ടെക് മേഖലകളിൽ ജോലി നോക്കുന്നവരെയാണ് പ്രധാനമായും ട്രംപിന്റെ പുതിയ പരിഷ്കാരം ബാധിക്കുക. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ. H-1B വിസ അപേക്ഷകരുടെ കണക്കിൽ ഇന്ത്യ മുന്നിലാണ്. ചൈനയും കാനഡയുമാണ് തൊട്ട് പിന്നിൽ നിൽക്കുന്നത്. ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം തുടങ്ങിയ മേഖലകളിൽ ഒഴിവുകൾ നികത്താൻ പ്രയാസമുള്ള ജോലികൾ ബിരുദമോ അതിൽ കൂടുതൽ യോഗ്യതയുള്ള ആളുകൾക്കായി 1990-ലാണ് H-1B വിസ പദ്ധതി ആരംഭിച്ചത്. കുറഞ്ഞ വേതനം നൽകുവാനും തൊഴിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിക്കുവാനും ഇത് കമ്പനികളെ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പൊ ആ നിയമങ്ങളിട്ടാണ് ട്രംപ് പണിതത്. ഇതിനുള്ള മറുപടി ഇന്ത്യ താമസിക്കാതെ തന്നെ തിരിച്ചു നൽകും. അപ്പോൾ ട്രംപിന് കിട്ടുന്ന മറുപടി എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച